വിനായക ഭയങ്കര ഷോക്കായിരുന്നു ബ്രോ. ഡയലോഗ് ഡെലിവറി നല്ല മോശം. സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിൽ നെഗറ്റീവ് റോൾ എടുത്ത് ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. എല്ലാ മലയാളി അമ്മമാരും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ സ്ത്രീകളും ഇത് കണ്ടിരിക്കുക. ഇങ്ങനെ റോൾ ചെയ്യാൻ ധൈര്യമാണ്. എത്ര സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ലെജൻഡറി ആക്ടേഴ്സ് ധൈര്യം കാണിക്കുന്നത് അറിയത്തില്ല. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്യാനോ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനോ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ ആരും തയ്യാറാവുമെന്ന് സംശയമാണ്. അടിപൊളി 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 അടിപൊളി. അത്ര ഇഷ്ടപ്പെട്ടില്ല, വർക്കായില്ല എന്ന് പറഞ്ഞാൽ നമ്മള് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഒരു സാധനം കിട്ടിയിട്ടില്ലായിരുന്നു. എങ്കിലും മമ്മൂക്കയുടെ പെർഫോമൻസ് ബേസിൽ ഞാൻ ഇതിനേക്കാളും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ വിനായകൻ ഒരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. പുള്ളിക്കാരന് ആ ക്യാരക്ടർ പറ്റാത്ത പോലെ തോന്നി. ഇതിനെ കുറച്ച് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആക്ടിങ് സൈഡൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് മോശം തോന്നിയത് പ്ലോട്ട്, സ്ക്രിപ്റ്റിലോ കുറച്ച് എഡിറ്റിങ്ങിലോ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. കാരണം നമുക്കൊരു ഏതൊരു ഫിലിം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗൂസ് ബം മൊമെന്റ് ഉണ്ടാവണം, അതിൽ ഒരു ഹീറോയിക് മൊമെന്റ് ഉണ്ടാവണം. ആ ഹീറോയിക് മൊമെന്റ്സ് കുറവാണ്. ഇപ്പം ആദ്യമേ വില്ലനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് ചെയ്തേക്കുന്ന രീതി കുറച്ചുകൂടെ എഡിറ്റിംഗ് ശ്രദ്ധിക്കാമായിരുന്നു തോന്നി. BGM കുറച്ചുകൂടെ ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ, കാര്യം ഇപ്പൊ നമ്മളിപ്പോൾ അതൊക്കെയാണല്ലോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഒരു പടം കണ്ട് ഇറങ്ങിയെങ്കിൽ ഓവറോൾ ഇമ്പാക്ട് കിട്ടണം, എങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ചുകൂടെ കിട്ടാൻ പടം എൻഗേജിങ് ആകുന്നില്ല. ഇടയ്ക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. അതാണ് കുറച്ച് അതാ പറഞ്ഞത്, എഡിറ്റിംഗ് സൈഡിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി, ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ഇന്റർവെൽ സീനൊക്കെ നല്ലായിരുന്നു. ഇന്റർവെൽ കട്ടൊക്കെ നല്ലായിരുന്നു. ഇന്റർവെൽ കട്ടൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇന്റർവൽ ബ്ലോക്ക് തന്നെയായിരുന്നു. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ എവിടേക്കോ ഒന്ന് എഡിറ്റിംഗ് ഫീൽ ചെയ്തു, ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒഴിവാക്കിയിരുന്നെങ്കിൽ സൂപ്പർ ഫിലിമാണ്. നല്ല രീതിയിൽ കാണാൻ പറ്റും, നല്ല എൻജോയ് ചെയ്യാം. ഒരു സൂപ്പർ ക്രൈം, അതായത് ഒരു സീരിയൽ കില്ലർ ക്രൈം സ്റ്റോറിയാണ്. അത് നല്ല രീതിയിൽ ആരെയും മുഷിപ്പിക്കാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി പറയണ്ടല്ലോ, അത് നമുക്ക് അത്രയും ബ്രില്യന്റ് ആയിട്ട് നന്നായി രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും ഇന്ത്യൻ സിനിമയില് ഇത്രയും നമ്മൾ സ്വന്തം പടത്തില് സ്വന്തം ഒരു റിസ്ക്, സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിൽ നെഗറ്റീവ് റോൾ എടുത്ത് ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. നല്ല പടമാണ് ബ്രോ. മമ്മൂട്ടിയുടെ ആക്ടിങ് നൈസ് ആയിരുന്നു. ഇതുവരെയായിട്ടും കാണാത്തൊരു മമ്മൂട്ടിയാണ് നമ്മൾ ഇതുവരെയും കാണാത്ത. അതെ, പടം പക്ഷെ കുറച്ചൊരു ഡീസന്റ് ആയിരുന്നു. പടം മമ്മൂട്ടി അടിപൊളിയാണ് ബ്രോ. വിനായക ഭയങ്കര ഷോക്കായിരുന്നു ബ്രോ. ഡയലോഗ് ഡെലിവറി നല്ല മോശമായിരുന്നു. വിനായകനാണ് സിനിമയിലെ നായകൻ. നമുക്ക് എക്സാക്ട് വില്ലനാണ്. അത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യാൻ ധൈര്യമാണ്. എത്ര സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ലെജൻഡറി ആക്ടേഴ്സ് ധൈര്യം കാണിക്കുന്നത് അറിയത്തില്ല. പക്ഷെ പുള്ളി അത് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ്. വിനായകനും വിനായകനാണ് ഇതിലെ നായകൻ. ക്ലൈമാക്സിലെ നായകൻ വില്ലൻ ആ ഒരു കോൺഫ്രണ്ടേഷനൊക്കെ നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, ടെക്നിക്കൽ സൈഡൊക്കെ ഉള്ള മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൈനൻ മോഹന്റെ കഥയിൽ ഇൻസ്പയർ ചെയ്താണ്. അത് അറിയാവുന്നവർക്ക് അറിയാം. ഏകദേശം അതേ ഒരു മോഡസ് ഓപ്പറാൻഡിയാണ് ഇതിലെല്ലാം ചെയ്യുന്നത്. നല്ല അടിപൊളി പടമാണ്. എല്ലാവരും മസ്റ്റായിട്ട് കാണാം. ആൾക്കാരുണ്ട്. മമ്മൂക്കയോടൊപ്പം വിനായകൻ പിടിച്ചിരിക്കുന്നുണ്ടോ? മമ്മൂട്ടിയുടെ ഒപ്പം പിടിച്ചിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിൽ ഗംഭീരമായിട്ട് പിടിച്ചിരിക്കുന്നത്. അതുവരെ വിനായകൻ അങ്ങോട്ടും ഇങ്ങോട്ട് കേസ് അന്വേഷിക്കാൻ നടക്കുമെങ്കിൽ നമുക്ക് ഒരു ഇമ്പാക്ട് തോന്നില്ല. പക്ഷേ ക്ലൈമാക്സ് വരുമ്പോൾ ഒരു ഭയങ്കര ഇമ്പാക്ട് തോന്നുന്നുണ്ട്. അവരൊരു സീനൊക്കെ ഗംഭീരമാണ്. സൂപ്പർ സിനിമ. മലയാള സിനിമയിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. 100% ഉറപ്പാണ്. വ്യത്യസ്തത തേടി പോകുന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പം മമ്മൂക്ക പ്രതിനായക സ്ഥാനത്ത് വന്ന ഒരു സിനിമയാണ്. വിനായകനാണ് ഈ സിനിമയിലെ നായകൻ. അതിനകത്ത് ഒരു തർക്കമില്ല. മമ്മൂക്ക പത്രസമ്മേളനത്തിൽ അത് പറഞ്ഞു. വിനായകനാണ് ഈ സിനിമയിലെ നായകൻ. മമ്മൂക്ക പ്രതിസ്ഥാനത്താണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്നും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിനിമ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമയാണ്. ഇന്നിൻ്റെ സിനിമയാണ്. ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട സിനിമയാണ് തീർച്ചയായിട്ടും. അതിൽ ഒരു നന്മയുണ്ട്. ഞാൻ ആ സിനിമ സ്പോയിലറായി പോകുക എന്നുള്ളതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. പടം സൂപ്പറാണ്. മികച്ച സിനിമയാണ്. ഒന്നാം തരം സിനിമയാണ്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വേഷം ചെയ്യാനോ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനോ മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ ആരും തയ്യാറാവുമെന്ന് സംശയമാണ്. നല്ല പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. വർക്കായി. മമ്മൂട്ടിയുടെ നൈസ് ആക്ടിങ് ആയിരുന്നു. നല്ല വില്ലനിസം ആയിരുന്നു. വിനായകന്റെ ആക്ടിങ് നൈസ് ആയിരുന്നു. കൊള്ളാം. മമ്മൂട്ടി ഫാൻസിന് ഇഷ്ടപ്പെടും. അല്ലാണ്ട് കൊമേഴ്ഷ്യൽ ഹിറ്റും ആവും. നല്ല പടമാണ്. നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ട മമ്മൂക്കയല്ല, അതിനെക്കാളും അല്ല നല്ല വില്ലനിസം ആയിരുന്നു. ഇതുവരെയായിട്ട് നമ്മൾ കാണാത്തൊരു വില്ലന് അങ്ങനെ പറയാൻ പറ്റൂല. മമ്മൂട്ടിയിൽ ഇത് കണ്ടിട്ടില്ല. മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇതുവരെയായിട്ടും ബ്രഹ്മയുഗത്തിൽ കണ്ടതിനെക്കാളും വെറൈറ്റി ആണോ? അതെ. ഇത് കുറച്ചും കൂടെ ഒരു നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു വില്ലൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാധനം. വിനായകന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? അടിപൊളി. നമ്മളെ സ്റ്റാർട്ട് ടു എൻഡ് തിയേറ്ററിൽ പിടിച്ചിരുന്നുണ്ട്. അടിപൊളി. മമ്മൂക്ക അടിപൊളിയാണ്. മമ്മൂക്കയുടെ ഈ ഒരു വില്ലൻ റോൾ he has done lot of roles like this. മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ. പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മമ്മൂക്ക. It's nice plot. രണ്ടും അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളിയാണ്. മമ്മൂക്കായും വിനായകനും അടിപൊളിയാണ്. പ്ലോട്ട് ഭയങ്കര സ്ട്രോങ് ആണ്.
നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്റ്റോറി ആണല്ലോ, അപ്പൊ അത് എത്രത്തോളം എൻഗേജിംഗ് ആയിട്ടാണ് സിനിമ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. അടിപൊളി അടിപൊളി. മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം എപ്പോഴത്തെ പോലെ തന്നെ അടിപൊളി. വിനായകനും മമ്മൂക്കയുള്ള പെർഫോമൻസ് പക്കാണോ? പക്ക 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 അടിപൊളി. രണ്ടുപേരും ഒന്നിനൊന്നിന് കുഴപ്പമില്ല. അതൊരു വലിയൊരു മെസ്സേജ് തരുന്നുണ്ട്. കാരണം എന്താ പറയുക, ഒരു നെഗറ്റീവ് റോള് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മമ്മൂക്ക മലയാള സിനിമകൾക്ക്, നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. ഇതുപോലുള്ള സൈക്കോ മോഹന്മാരും സൈക്കോ സ്റ്റാൻലികളും നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോഴത്തെ വീട്ടമ്മമാർ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം ഇപ്പോഴത്തെ വീട്ടമ്മമാർക്ക് നമ്മൾ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ആ വീട്ടിലെ അച്ഛന്മാരും അവരൊക്കെ എൻഗേജഡ് ആയി പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ചൂഷണം ചെയ്യാൻ ഇതുപോലുള്ള സൈക്കോ മോഹന്മാരും സ്റ്റാൻലികളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അദ്ദേഹം ഒരു നെഗറ്റീവ് റോള് എടുത്തിരിക്കുന്നതിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ മതിയാവും. കുഴപ്പമില്ല, നല്ല രീതിയിൽ പടം പോകുന്നുണ്ട്. പടം കൊള്ളാം ബ്രോ. ഇതില് ഡയറക്ഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എല്ലാം കൊള്ളാം. എങ്കിലും നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോകുന്ന രണ്ട് ആക്ടേഴ്സിലോട്ടാണ്, മമ്മൂക്കയിലും വിനായകനിലും. കാരണം ഇതിന്റെ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ കുറെ പേര് വരുന്നു പോകുന്നു. പിന്നെ 1-2 ക്യാരക്ടേഴ്സ് ത്രൂ ഔട്ട് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഫുൾ ടൈം ബാക്കി ക്യാരക്ടേഴ്സിലൊന്നും നമ്മുടെ ശ്രദ്ധ പോകത്തില്ല. മമ്മൂക്ക വിനായകൻ, വിനായകൻ മമ്മൂക്ക അങ്ങനെ പോകത്തുള്ളൂ. രണ്ടുപേരുടെയും പീക്ക് പെർഫോമൻസ് ആണ്.